പാലക്കാടിനെ തൊട്ടറിഞ്ഞ നവകേരള മാർച്ച്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പാലക്കാട് ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കും. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ മണ്ഡലത്തിന്റെ ഭാഗമായ വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. നവകേരള മാർച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ചിറ്റൂരാണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് നെന്മാറ, ആലത്തൂർ, തരൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതോടെ പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. നാളെ നവകേരള മാർച്ച് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ പാലക്കാട് ജില്ലയിൽ രണ്ടാം ദിന പര്യടനം പൂർത്തിയാക്കിയത്. പാലക്കാടൻ ചൂടിനെ വെല്ലുന്ന ആവേശമാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ വിജിലൻസ് കോടതി ഉത്തരവ് CPM പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം പ്രകടമാക്കി. തട്ടുമുട്ട് ന്യായങ്ങൾക്കൊന്നും അവസരമില്ല, ഒരു തരത്തിലുള്ള കുതന്ത്രങ്ങൾക്കും അവസരമില്ല. നേരെ തൻ്റെ ഒരു കടലാസ് എടുക്കുക, നല്ലൊരു കടലാസ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ടാവും, അതിന് സ്വന്തം കൈപ്പടയിൽ എഴുതുക. ഈ സാഹചര്യത്തിൽ രാജിവെച്ചിരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിലിനെ അവഗണിച്ച് പതിനായിരങ്ങളാണ് പ്രിയ നേതാവിനെ വരവേൽക്കാൻ മണ്ണാർക്കാടെത്തിയത്. തുടർന്ന് കോങ്ങാടും മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായ BPL കൂട്ടുപാതയിലുമായിരുന്നു സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ജാഥാനായകൻ എത്തും മുമ്പ് തന്നെ പ്രദേശം ജനനിബിഡം. കുതിരവണ്ടിയും പൂക്കാവടിയും വാദ്യമേളങ്ങളും ഒക്കെയായി വീരോചിതമായ വരവേൽപ്പാണ് പിണറായിക്കായി മലമ്പുഴ കാത്തുവച്ചത്. സമാപന സമ്മേളനത്തിന് വേദിയായ പാലക്കാട് കോട്ടമൈതാനം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ജനമുന്നേറ്റത്തിനായിരുന്നു. കരിമ്പനയുടെ നാട്ടിൽ CPIM-നുള്ള ബഹുജനാടിത്തറ വ്യക്തമാക്കി ഒഴുകിയെത്തിയ ജനസഞ്ചയം. ക്യാമറമാൻ ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. നവകേരള മാർച്ചിന്റെ ഭാഗമായി മണ്ണാർക്കാട് എത്തിയ പിണറായി വിജയനുമായി അട്ടപ്പാടിയിൽ നിന്നെത്തിയ ഊരുമൂപ്പന്മാർ കൂടിക്കാഴ്ച നടത്തി. ഒറ്റപ്പാലത്ത് നടന്ന ചർച്ചയിൽ കലാ സാംസ്കാരിക പ്രവർത്തകരും ആയുർവേദ വിദഗ്ധരും പങ്കെടുത്തു. അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഊരുമൂപ്പന്മാർ പിണറായിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഭൂമി, കുടിവെള്ളം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിവ ഇവർ വിവരിച്ചു. വിവിധ ആവശ്യങ്ങളടങ്ങുന്ന നിവേദനവും ഇവർ പിണറായിക്ക് കൈമാറി. മൂലക്കൊമ്പ് കോളനിയിലെ രംഗൻ മൂപ്പൻ പരമ്പരാഗത സംഗീതോപകരണമായ കുഴൽ വായിച്ചു. കലാ സാംസ്കാരിക രംഗത്തെയും ആയുർവേദ മേഖലയിലെയും നിരവധി പേരാണ് ഒറ്റപ്പാലത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. കൂടിയാട്ട രംഗത്തെ അധികായൻ പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന വിവരിച്ചു. പാരമ്പര്യ വൈദ്യരംഗത്തെ പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ളവർ പിണറായിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ, ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്നിവരും കൂടിക്കാഴ്ചയ്ക്കെത്തിയിരുന്നു. ഡിസ്കഷൻ വെച്ചതന്നെ വലിയ കാര്യം. കാരണം എല്ലാ വാക്സ് ഓഫ് ലൈഫ് ഇവിടെ ഇപ്പം കലാ സാംസ്കാരികം, അതുപോലെ ആയുർവേദം, ഇങ്ങനെയുള്ള ഫീൽഡിലുള്ള ആവശ്യങ്ങളും ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ നവകേരള മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയൻ അവர்களോട് ആളുകൾ സംസാരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയോട് പറയുന്ന ആത്മാർത്ഥതയും പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ്. അതുതന്നെയാണ് ഈ ചർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യവും. മണ്ണൂർ രാജകുമാരനുണ്ണി, ചിത്രകാരി ശ്രീജ പള്ളം, വ്യവസായ രംഗത്തുള്ളവർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഓരോരുത്തരും നൽകിയ നിർദ്ദേശങ്ങൾ പാർട്ടി ഗൗരവമായി പരിഗണിക്കുമെന്ന് പിണറായി ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.